സങ്കീർത്തനം കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. ഞങ്ങള് ഈ വർഷം അത് സംഭവം എന്താന്ന് വെച്ചാല്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് അവര് ട്രെയിൻ റെന്റിന് കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ റെയിൽവേയിൽ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, അങ്ങനെ ഒരു ട്രെയിൻ നമുക്ക് റെന്റ് എടുക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കൊരു രാമായണ എക്സ്പ്രസ് ഇവിടുന്ന് കൊണ്ടുപോയാൽ എന്താണ്. ഒരു 8 ബോഗിയുള്ള ട്രെയിൻ, ഫുൾ AC കോച്ചാണ്. അതില് ഓടിക്കുന്ന പൈലറ്റ് മാത്രം, അതിനെ ലോക്കോ പൈലറ്റ് എന്ന് പറയും, അത് മാത്രം സെൻട്രൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥനായിരിക്കും. ബാക്കിയെല്ലാം നമ്മുടെ ആൾക്കാരായിരിക്കും. അപ്പൊ അതിൽ ഇരുന്നു കൊണ്ട് വൃന്ദാവനം, പിന്നെ ഗോവർദ്ധനം, അയോധ്യ രാമക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം, ത്രിവേണി സംഗമം പോവാനൊരു പ്ലാൻ ഇട്ടിരിക്കുകയാണ്. താല്പര്യം ഉള്ളവര് അവിടെ കൗണ്ടറിലൊന്ന് പേര് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾ അറിയിക്കാൻ. ഇപ്പൊ ജനുവരിയിലാണ് പ്ലാൻ ചെയ്യുന്നത്, പക്ഷെ ഇപ്പോഴേ അതിന് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങണം. അപ്പൊ ഫുഡ് നമ്മുടെ സ്വന്തം ആളുകളായിരിക്കും വെക്കുന്നത്, റെയിൽവേക്കാരാവില്ല. അതുപോലെ അതിൽ ക്ലീനിങ് ചെയ്യുന്ന സ്ഥിരമായി നമ്മൾ കുറച്ച് ആൾക്കാർ അതിൽ വെക്കും. ടോയ്ലറ്റൊക്കെ അപ്പം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്നും റെയിൽവേ ആയിട്ട് അതിന് യാതൊരു ബന്ധമില്ല. അത് തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ കാസർഗോഡ് വിട്ടുകഴിഞ്ഞാൽ ഓരോ സ്റ്റേഷനിൽ നിർത്തും. നമ്മുടെ ആൾക്കാർ ഏത് സ്റ്റേഷനിലാണോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. നിർത്തുന്നതും നമ്മളാ തീരുമാനിക്കുക. അപ്പം അങ്ങനെ ഓരോ സ്റ്റേഷനിൽ നിർത്തി. തിരുവനന്തപുരത്ത് നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി അത് നേരെ മധുരയിലെത്തി, അവിടെ നിർത്തി. പിന്നെ ഒരു ദിവസം മധുരയിൽ താമസിക്കും. മധുരയൊക്കെ കറങ്ങി പിറ്റേ ദിവസം ട്രെയിനിൽ കയറും, അയോധ്യയിലെത്തും. മധുരയിലെത്തി രാവിലെ എത്തും, ഏർലി മോർണിംഗ് എത്തും. കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെക്ക് ഇൻ ചെയ്യും. കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഒന്നിച്ച് ഭജനയൊക്കെ പാടി യൂണിഫോമിലാണ് പോവുക അമ്പലങ്ങളിൽ. ഇപ്പം നേരത്തെ തന്നെ പോലീസിലും ഒക്കെ അറിയിച്ച് അവിടെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും, അത് കഴിഞ്ഞ് ഗോവർദ്ധൻ പരിക്രമയും ഒക്കെ കഴിഞ്ഞ് അന്ന് അവിടെ ഹാൾട്ട് ചെയ്ത് അന്ന് അവിടെ താമസിക്കും വൃന്ദാവനത്തിൽ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ മധുര വന്ന്, മധുര ക്ഷേത്രം കേട്ടില്ലേ, കൃഷ്ണ ജന്മഭൂമി, അത് കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അയോധ്യയിലേക്ക് എത്തും. അയോധ്യയിലെത്തി അന്ന് അവിടെ താമസം, വീണ്ടും അവിടെ താമസിക്കും. അന്ന് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഭജനയൊക്കെ പാടി നേരെ ശ്രീരാമസ്വാമി ആദ്യം സരയൂ നദിയിൽ പോവും. അവിടെ ചെന്ന് കുളിക്കേണ്ടവർക്ക് കുളിക്കാം. നേരെ പിന്നെ തൊട്ടടുത്താണ് ഭജനയൊക്കെ പാടി ക്ഷേത്രത്തിൽ പോവും. അയോധ്യയിൽ രാമജന്മഭൂമി ക്ഷേത്രം, പുതിയ ക്ഷേത്രത്തിൽ പോയിട്ടില്ലല്ലോ. എത്ര പേര് പോയിട്ടുണ്ട്? പോയിട്ടുണ്ടാരെങ്കിലും ഒരാൾ പോയിട്ടുണ്ട്. പോവാത്തവരൊക്കെ കൂടെ കൂടാം. അപ്പം ഇനിയിപ്പോൾ അടുത്ത ഹനുമാൻ പ്രതിഷ്ഠയ്ക്ക് വരികയാണ് അവിടെ. അപ്പം ഇപ്പം പ്രതിഷ്ഠകളൊന്നും പൂർണ്ണമല്ല അവിടെ. അപ്പം അതൊക്കെ പൂർണ്ണമാകുമ്പോഴേക്കും അതൊക്കെ കഴിഞ്ഞ നേരെ അവിടുത്തെ ഹനുമാൻ ഘട്ടമൊക്കെ നമ്മുടെ പിറ്റേ ദിവസം അവിടെ ഒരു ദിവസം അവിടെ താമസിക്കും. പിറ്റേ ദിവസം പല സ്ഥലങ്ങളൊക്കെ കണ്ട് നേരെ ഗയാ ശ്രാദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? ഗയാ ശ്രാദ്ധം എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പം അവിടെ ശ്രാദ്ധത്തിനൊക്കെ വേണ്ട സൗകര്യങ്ങൾ അവരൊരുക്കും. പിണ്ടം വിഷ്ണുപാദത്തിൽ അർപ്പിക്കുന്ന സ്ഥലമാണ് ഇത് ഗയ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവിടെ താമസമില്ല. രാവിലെ പോയി വൈകുന്നേരമൊക്കെ കണ്ട് അത്രയുള്ളൂ അവിടെ കാണാൻ. അവിടെയാണ് ബുദ്ധൻ തപസ്സൊക്കെ ചെയ്ത ഗയ എന്ന് കേട്ടില്ലേ? ബുദ്ധന് ബോധോദയൊക്കെ വന്ന സ്ഥലം. അപ്പൊ അതൊക്കെ കണ്ട് അവിടെ നേരെ ട്രെയിനിൽ കയറി നേരെ കാശി വിശ്വനാഥന്റെ അടുത്ത്. അപ്പൊ അവിടെ വന്ന് റൂം ചെക്ക് ഇൻ ചെയ്താൽ നേരെ കുളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഗംഗാരതിയൊക്കെ കാണും. അപ്പം അതിനു മുമ്പ് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് കാശി വിശ്വനാഥനെ നമ്മൾ ദർശിക്കാൻ പോകും. അപ്പം അങ്ങനെയൊക്കെയാണ് ചിട്ടപ്പെടുത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ത്രിവേണി സംഗമത്തിൽ ഇനി ഇത് വരാൻ പോവാണ്. എന്താണ്? അർദ്ധകുംഭമേള വരാൻ പോവാണ്. അപ്പം കുംഭമേളയുടെ വർഷവും കൂടിയാണ്. അപ്പം അങ്ങനെ അത് അവിടെ പോയി കുംഭമേള എവിടെ പോയി കുളിക്കും? ത്രിവേണി സംഗമത്തിൽ. ത്രിവേണി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നദിയാണ്? ഗംഗ, യമുന, സരസ്വതി. അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി ട്രെയിനിൽ അങ്ങോട്ട് കയറിയിരുന്നാൽ നേരെ തിരിച്ച് എവിടെയാണെന്നാ പുറപ്പെട്ടാൽ അവിടെ എത്തും. അപ്പം അതിൻ്റെ അകത്ത് ഭജന പാടാനും രാമായണം വായിക്കാനും നാരായണീയം വായിക്കാനും ഒക്കെ സംവിധാനങ്ങളുണ്ട്. കംപ്ലീറ്റ് സ്പീക്കർ സിസ്റ്റങ്ങളൊക്കെ ഉള്ള ട്രെയിനാണ് അവർ തരുന്നത്. അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ, ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ഇത്ര പേർക്ക് താല്പര്യമുണ്ടോ? അപ്പം നിങ്ങളൊക്കെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നമ്മളൊരു 2-3 മാസം കൊണ്ട് എല്ലാം തീരുമാനിക്കും. ഒരു 400 പേരെ നമ്മൾ എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എൻട്രി ഇല്ല. വേറെ ആർക്കും ഈ ട്രെയിനിൻ്റെ അകത്ത് കയറാനും പറ്റില്ല. ബർത്തൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്.
സർക്കാരല്ല. സർക്കാരിന് ഇതിൽ യാതൊരു ഫുൾ ട്രെയിൻ നമ്മളിപ്പോൾ ബസ് റെന്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും അതുപോലെയാണ് പോകുന്നത്. അപ്പൊ ആ വിവരങ്ങളൊക്കെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് തോന്നി നല്ലൊരു ആശയം. കാരണം കേരളത്തിൽ നിന്ന് ഇതുവരെ ആരും അങ്ങനെ പോയിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് അങ്ങനെ പോവാം. വേണോ വേണ്ടയോ? താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? എല്ലാവർക്കും ഒന്ന് പോവാം നമുക്ക്. ഇപ്പൊ ഞാനിത് പറഞ്ഞപ്പോൾ ദുബായിൽ നിന്നൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ഒരു ബോഗി അവരിപ്പോഴേ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അവർ പറഞ്ഞു ഞങ്ങള് ഒരു ബോഗി എന്ന് പറഞ്ഞാൽ 75 പേര്. അപ്പൊ അവര് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ട് പറഞ്ഞു ഒരു ബോഗി കംപ്ലീറ്റ് ഞങ്ങളുടെ ആൾക്കാരായിരിക്കുന്നു. ഓക്കെ, വിരോധമില്ല. അപ്പൊ അങ്ങനെ 8 ബോഗിയുള്ളൂ ആകെ. അപ്പൊ ആ 8 ബോഗിയും കൊണ്ട് നമ്മളങ്ങനെ അവിടെ നിന്ന് യാത്ര പോകും.